സ്തുതിക്കുന്നു. കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർക്കും സഹോദരന്മാർക്കും ക്രിസ്തുയേശു നിശ്ചിത നാമത്തിൽ പ്രാരംഭമായ സ്നേഹം അറിയിക്കുന്നു. ഇന്ന് ഈ വയ്യാറാവേളയിൽ ഇളവിനും നിങ്ങളുടെ മുന്നിൽ കടന്നു വരുവാൻ സഭയ്ക്ക് വളരെയധികം സഹായിച്ചു. 2 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ സഭയിൽ ചില ദിവസങ്ങളോളം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു പലരും മറന്നുപോയി കാണും, എങ്കിലും മറക്കാത്തവരൊരുവൻ എല്ലാവരെയും അടുത്തറിയുന്ന നല്ല കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ നമ്മുടെ ഹൃദ്യമായി സംസാരിക്കുന്നു. മനുഷ്യന്റെ നിലപാടുകളെ എല്ലാം അടുത്തറിഞ്ഞ് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം കൽപ്പിക്കാൻ കഴിവുള്ള നല്ല കർത്താവ്. ഉന്നതന് ഉയർന്നിരിക്കുന്നതിന് ശ്വാസവാസി പരിശുദ്ധനെന്ന് നാമമുള്ളവനാണ്. ഇന്ന് വൈകാറായ വേളയിൽ നമ്മുടെ ശബ്ദം കേൾപ്പിക്കട്ടെ. അത് ശബ്ദം കേൾപ്പിക്കുമ്പോൾ നിശ്ചയമായി മനോവിനയമുള്ളവരുടെ കൂടെ വസിക്കുന്ന ശബ്ദം, ചൈതന്യപ്പെടുത്തുന്ന ശബ്ദം. അത് ഏത് വ്യക്തി ക്ഷീണിതരെന്ന് തോന്നുന്നു അവരുടെ ക്ഷീണങ്ങളെ മറന്ന് ദൈവത്തിൽ ആനന്ദിപ്പാൻ ഇടയാകുന്ന ദൈവിക ശബ്ദം കാതുകൾ മുഴങ്ങി കേൾക്കുമാറാകട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളുടെ ദൈവത്തെ അവൻ ഇന്ന് വൈകാറായ വേളയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ഏകമനസ്സോട് ആത്മീയ സന്തോഷം പ്രാപിപ്പാൻ അവിടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യ പദവി തന്നു. ഒരു ശ്രേഷ്ഠ പദവിയാണ് ദൈവവചനം കേൾക്കുക, കേൾപ്പിക്കുക, പ്രമാണിക്കുക. ഭാഗ്യ പദവിയിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ കൊണ്ടുവന്നു. അവൻ്റെ മകൻ ദയക്കായി ദൈവത്തെ സ്തുതിക്കുകയും അതോടൊപ്പം കർത്താവെ നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിപ്പാൻ തക്കണമെന്ന് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏറ്റവും അനുഗ്രഹമാണ്. मुझे मालूम पड़ा हिंदी समझने वाला भी कई व्यक्तियों है. मैं मुंबई में रहने वाला व्यक्ति हूँ. मुंबई में और भिन्न भिन्न इलाकों में प्रभु का नाम की महिमा कर रहा हूँ. और गुजरात और भिन्न भिन्न स्थानों में परमेश्वर का महत्व सभा में हूँ. और साथ ही साथ प्रभु का महत्वपूर्ण कार्य भिन्न भिन्न इलाकों में देखने के लिए प्रभु ने अवसर दिया. आज भी वही प्रभु हमारे लिए हमारे बीच में महत्वपूर्ण कार्य करने पाए. बियॉन्ड आवर अंडरस्टैंडिंग, हम जो सोचते नहीं है उससे भी अधिक बड़े बड़े कार्य प्रभु हमारे लिए करने वाला है. നാം നമ്മുടെ ബുദ്ധിക്ക് എത്താത്ത വൻകാര്യം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര പേർ അവന്റെ സന്നിധാനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ പ്രവർത്തിപ്പാൻ എന്റെ കർത്താവ് നമ്മുടെ മധ്യത്തിലുള്ളവരാണ്. ഏവർക്കും പരിചിതമായ ഒരു വേദഭാഗം വായിച്ച ചില കാര്യങ്ങൾ എന്താണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്ന. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചാൽ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം മുതൽ വായിച്ചാൽ. സ്വന്തം ജനത്തിന്റെ വീണ്ടും ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്നിരിക്കുന്ന വചനത്തിനായി സ്തോത്രം. ഇന്ന് ഈ വൈകാറായ വേളയിലൂടെ കടന്നു ഈ ജനത്തിന്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമേ. അത് മാത്രമല്ല പരിജ്ഞാനത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ നടത്തുവാൻ തക്കവണ്ണം ശക്തിയുടെ അളവറ്റ വലിപ്പം ജനം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇരിക്കുന്നിടം മറന്നതിന്റെ ആനന്ദിപ്പാൻ തക്കവണ്ണം തന്നെ അവിടുന്ന് കർത്താവിന്റെ കരം നീട്ടിയിരിക്കാൻ സ്വാതന്ത്ര്യം ചെയ്യണം. അഭിഷിക്തന്മാരെ നീ ബലപ്പെടുത്തണമേ. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന വ്യക്തികളെ നീ ശക്തീകരിക്കണമേ. ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം എല്ലാ വ്യക്തികളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന കേൾവിയിൽ രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ ഇടയാകട്ടെ. വചന കേൾവിയിൽ ആത്മാവിൽ നിറയേണ്ടവർ ആത്മാവിൽ ഇടയാകട്ടെ. വചന കേൾവിയിൽ ദൈവകൃപയിൽ നിൽക്കേണ്ട വ്യക്തികൾ ക്രമീകരണം പ്രാപിക്കേണ്ട വിഷയങ്ങൾ ക്രമീകരണം പ്രാപിച്ച് ഒരു അവസ്ഥകൾക്ക് ഭേദമുണ്ടാകുന്ന സ്വർഗ്ഗത്തെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ മാറ്റമില്ലാത്ത ശബ്ദം കേൾപ്പിപ്പാൻ ബോധനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ വചനത്തെ ശക്തമായി ആമേൻ അഭിഷിക്തനായ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ ദൈവസഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ അല്ലെങ്കിൽ ലേഖനം എഴുതുമ്പോൾ ശക്തമായി എഴുതുന്ന ഒരു വിഷയമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. നിങ്ങൾ ആത്മീയമായ ഉയർച്ചയിലേക്ക് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഇന്ന് വൈകാറായ വേളയിൽ നാം ചിന്തിക്കും ഞാൻ ആത്മീയരായി ഇത്രത്തോളം നിന്നല്ലോ. ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമല്ല, ദൈവം നമ്മെ നിർത്തിയതേ. ആ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഇനിയും ആത്മീയ വർധനം എനിക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് അവരെ ദൈവം ആത്മീയമായ ഉന്നതങ്ങളിലേക്ക് നടത്തുവാൻ ശ്രമിക്കണം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തില് പ്രാർത്ഥിക്കുന്ന അനുഭവം അപ്പോസ്തലനായ പൗലോസ് കൂടെ ജനത്തോട് അവരുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തിക്കണമെന്ന് ബുദ്ധി ഉപദേശിക്കുകയാണ്.
പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. സഭയുടെ എല്ലാം വിടുതല് ദൈവജനത്തിന്റെ പ്രാർത്ഥനയാണ്. ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ വിടുതൽ ലഭിക്കൂടാൻ ഇടയായിട്ടുണ്ട്. അനേക ദൈവമക്കൾ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ വലിയ വിടുതൽ ദൈവമക്കൾ അനുഭവിക്കാൻ ഇടയാകുന്നുണ്ട്. ഇന്ന് ഈ അഭിഷിക്തനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് അതിന്റെ 17-18 വേദഭാഗം മാത്രം വായിക്കാൻ എല്ലാ വിഷയം ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വായിച്ചാട്ടെ. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ അറിവ് നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മുടെ ശാപങ്ങളെയും നമ്മുടെ പാപങ്ങളെയും നമ്മുടെ രോഗങ്ങളെയും വഹിച്ച് കാൽവറി കുലമറത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് അവന്റെ വലിയൊരു രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. അവന്റെ വലിയൊരു രക്തത്താൽ നാം പാപമോചനം ലഭിക്കപ്പെട്ടതോടൊപ്പം തന്നെ സകല രോഗത്തിനും സൗഖ്യം തരുന്നതായ അവന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മൾ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപ്പെടാൻ നമുക്ക് സൗഖ്യം ലഭിച്ചു വരികയാണ്. അപ്പോൾ ഈ വചനത്തെ മനസ്സിലാക്കിയ ദൈവജനത്തോട് ശക്തമായി ദൈവത്തിന്റെ ദാസനോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ദൈവവചനപ്രകാരം പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച്, ജ്ഞാനത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച്, വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളായിരിക്കണം. പറയട്ടെ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളെ ഇന്ന് പകൽക്കാലം ദൈവം അനുഗ്രഹിക്കാൻ ശക്തനാണ്. അപ്പോൾ പരിശുദ്ധാത്മ റുവാഖ് ന്യൂമ എന്നുള്ള പദങ്ങളെല്ലാം തിരുവനന്തപുരത്ത് നമുക്ക് മൂലഭാഷയിൽ പഠിപ്പാൻ കൊണ്ട് കഴിയുന്നുണ്ട്. ഒരിക്കലും അർഹതയില്ലാതിരിക്കുന്ന സ്ഥാനത്ത് അർഹതയിലേക്ക് ദാനമായി തന്ന വീണ്ടെടുപ്പ്, വിടുതല, ഭദ്രത, സൂക്ഷിപ്പെല്ലാം നാം അനുഭവിച്ച് ദൈവ കൃപയിലായി തീരുവാൻ ഇടയായിട്ടുള്ള വിശുദ്ധന്മാരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവർ ജ്ഞാനത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടുവാൻ, ദൈവാത്മാവിൽ നയിക്കപ്പെടുവാൻ, വെളിപ്പാടിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഇടയായി തീരുന്നതിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനാ ജീവിതം 9-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ ആരംഭിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവ ശബ്ദം കേട്ട സമയം മുതൽ അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം ഉണ്ടായി. കഴിഞ്ഞ നാളുകളുടെ പാപക്രിയകളെ എല്ലാം പൂർണ്ണമായി മാറ്റുവാൻ കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത് യൂദയുടെ വീട്ടിൽ നേർവീഴുന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിരന്തരമായി 3 ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ദൈവത്തിന്റെ ദാസന് ഒരു ദർശനം കാണുവാൻ ഇടയായി തീർന്നത്. പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുകളെ കർത്താവ് തുറക്കും. അതെ, ഇന്ന് സന്ധ്യാവേളയിൽ നിങ്ങൾ ദൈവസ്വനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുവാനിരിക്കുന്ന വിഷയങ്ങൾ ദൈവം വ്യക്തമായി അറിയിക്കുന്ന ദൈവമാണ്. ഒരു ദൈവദാസൻ ഇവിടെ കടന്നു വന്നു. ആ ദൈവദാസൻ എന്റെ തലമേൽ കൈവച്ചു, എന്റെ അന്ധത മാറി, ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കൊണ്ട് സമർപ്പിക്കപ്പെടുകയാണെന്ന് പറഞ്ഞ് ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ശൗലിന്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തിയ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. जो प्रभु का वचन के शब्द सुनकर उनका वचन के आधार पर जीवन बिताने के लिए अपने आप को सौंप दिया हुआ शाऊल के हृदय में, अर्थात पौलुस जो प्रेरित जो बताया गया है, वो व्यक्ति का हृदय प्रभु खोला और प्रभु के सन्मुख में प्रार्थना करने के लिए यहूदा के घर में सीधी कहरान वाले स्थान में बैठकर लगातार प्रार्थना कर रहा था. एक बहुमूल्य दास जो जिसका नाम है अनन्या, वो आकर उनके सिर पर हाथ रखकर प्रार्थना करने के समय जो भी उनका शरीर में कमजोरी था वो कमजोरी हटाकर जिस बातों की और वो कदम रखना था, कदम रखने के लिए प्रभु उनको उठाया. तो आज साइंस की समय सुनने वाले प्रत्येक बंदों के जीवन में भी जो बातों में छुटकारा का जरूरी है वो बातों में जरूर छुटकारा देने वाला है. ഏത് വിഷയങ്ങൾക്ക്, ഏത് കാര്യങ്ങൾ അതിനനുസരിച്ച് സ്റ്റെപ്പ് വെക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സന്ധ്യാവേളയിൽ ഓർമ്മിക്കുമ്പോൾ അതിനനുസരിച്ച് എഴുന്നേറ്റ് അവന്റെ വചനമനുസരിച്ച് ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. മനം തിരിഞ്ഞ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിർമ്മാണത്തോടെ ഏൽപ്പിക്കപ്പെട്ടതായ ശൗലിന്റെ ഹൃദയത്തിന് ഒരു വലിയ വ്യത്യാസമുണ്ടായി. എന്റെ കർത്താവിനെ എനിക്കൊന്ന് മനസ്സിലാക്കണം, കർത്താവിന്റെ സ്നേഹത്തെ എനിക്കൊന്ന് മനസ്സിലാക്കണം, കർത്താവിന്റെ പരിജ്ഞാനത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കണം, കർത്താവിന്റെ വചനത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കണം, കർത്താവിന്റെ മഹത്വത്തെ പറ്റി മനസ്സിലാക്കണം. അവൻ വലിയവനാണ്, അവന്റെ മനോഹരത്വം എനിക്ക് കാണണം, ആ തേജസ് കാണണം. നിരന്തരമായി പ്രാർത്ഥിക്കുന്നതായ ശൗലിന്റെ ജീവിതത്തിൽ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ സ്നേഹത്താൽ നിറയപ്പെടുവാൻ നിറഞ്ഞു.
അനുസരിപ്പാൻ സമർപ്പിക്കപ്പെട്ട അന്നു മുതൽ ദൈവപ്രവൃത്തി തന്റെ മേൽ വെളിപ്പെട്ട് ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാനും പരിജ്ഞാനത്തിന്റെ ദൃഷ്ടി ഹൃദയദൃഷ്ടി അവന് പ്രകാശിക്കപ്പെടുവാനും വെളിപ്പാടിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാനും ദൈവകൃപയിൽ നിൽക്കുവാനും ഈ അഭിഷക്തനായ ശൗലൻ പൗലോസിനെ ദൈവം സഹായിച്ചെങ്കിൽ ഇന്നിവിടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ദൈവം ശക്തനായ ദൈവമാണ്. ഞാൻ പരമോർപ്പിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം വലിയ പ്രവർത്തിക്കും. ഏത് വിഷയങ്ങൾ ദൈവസ്ഥാനത്ത് പ്രകടമാക്കി പ്രാർത്ഥിക്കുന്നു, ഏത് വിഷയങ്ങളുമായി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുണ്ടോ അതിന്മേൽ എന്റെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. നാം ചോദിക്കുന്നത് നിനക്ക് നടത്തുന്നവരുമായി നമ്മെ വഴി നടത്തുവാൻ കഴിവുള്ള നല്ല കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യാം. അപ്പോൾ അനന്യാസിന്റെ സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു ഭാഗത്തേക്ക്, ഒരു ഭവനത്തിലേക്ക്, ഒരു ദേശത്തേക്ക് ഒരു വ്യക്തി കടന്നു വന്ന കർത്താവിനെ വ്യക്തിയെ നിരൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് അനന്യാസിന്റെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവത്തിന്റെ ദൂതനെ അയച്ചു. ദൈവത്തിന്റെ ശബ്ദത്തോടെ കേൾപ്പിക്കുകയാണ്. അനന്യാസെ നീ പോയിട്ട് യൂദയുടെ വീട്ടിൽ അവൻ അഡ്രസ് കൊടുത്ത് അയച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ചില കുടുംബങ്ങളെ ഈ ദിവസം ദൈവം ഒരുക്കുവാനാകട്ടെ. അഭിഷേകത്തിനോട് ദൂത പറയുകയാണ്, ദൈവപ്രവൃത്തി ദേശത്ത് വീണ്ടും കാണാൻ പോവുകയാണ്. വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കുകയെന്ന് പറയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സന്ധ്യാവേളയിൽ വ്യക്തമായി പറയുന്നു, ചിലരെ തടഞ്ഞു വെച്ചിരിക്കുന്ന കുടുംബങ്ങളെ സ്വാതന്ത്ര്യമാക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി ദൈവത്തെ ശക്തികള് സാത്താന്യ ശക്തികളെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നതായ ഈ കാലഘട്ടത്തില് ചിലതിനെ സ്വതന്ത്രമാക്കുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുക. ദൈവം നിർണയിച്ചതിനെ ദുർബലമാക്കാൻ ഒരു വ്യക്തിയും കഴിയത്തില്ല. ഇന്ന് വൈകാറായ വേളയിൽ അവന്റെ മഹത്വമുള്ള കരമാണ് നിന്റെ മേൽ നീട്ടിയിരിക്കുന്നത്, ഈ ദൈവസഭയുടെ മേൽ നീട്ടിയിരിക്കുന്നത്. നിങ്ങൾ വ്യക്തമായി ഗ്രഹിക്കണം, ദൈവാത്മാവുള്ള ഒരു വ്യക്തിയായി തീരുന്നുവെങ്കിൽ നിശ്ചയമായും ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ദൈവിക വിടുതലിന്റെ ശക്തി മനസ്സിലാക്കി ആ അളവറ്റ ശക്തിയെ ഗ്രഹിച്ചുകൊണ്ട് നാൾതോറും ദൈവത്തെ സ്തുതിപ്പാനിടയായിത്തീരും. നമ്മുടെ കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് 1 വർഷമോ 2 വർഷമോ 10 വർഷമോ ഒന്നുമല്ല. കർത്താവ് ആയുസ് വന്ന 70-80 വർഷങ്ങളൊക്കെ ജീവിക്കുന്ന ഈ ഭൂമിയിൽ. എന്നാൽ അതിലുപരിയായിട്ട് ദൈവം നമ്മെ എന്നുവരെയും നിത്യത എത്തുവോളം നമ്മെ സൂക്ഷിപ്പാൻ പദ്ധതിയുണ്ടോ അന്നുവരെയും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളായി. റോമാലേഖനം 8-ാം അധ്യായത്തില് 14-15 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അഭിഷിക്തനായ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറഞ്ഞിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. നടത്തുന്നവനേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച ദൈവമക്കളാണ് ദൈവജനത്തോട് പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രകാശിതായിട്ടും ദൈവമക്കളാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. അവർ പ്രാപിച്ച ആത്മാവ് ദാസ്യത്തിന്റെ ആത്മാവല്ല, പുത്രത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുകയാണ്. അടിമപ്പെടുത്തുന്ന ശക്തി ഏതെങ്കിലും രീതിയിൽ നമ്മെ വ്യാപരിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് സന്ധ്യാവേളയിൽ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ ഒതുക്കിക്കളയുന്ന കെട്ടുകളെ ഇന്ന് കർത്താവ് പൊട്ടിച്ചു മാറ്റുക. ഇന്ന് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി വൈകാറുകളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മിൽ കർത്തൃത്വം നടത്തുന്ന ഒരു സംഘടനയല്ല, നമ്മിൽ കർത്തൃത്വം നടത്തുന്നത് ആമേൻ സ്വർഗത്തിലെ ദൈവമാകിയാൽ പരിശുദ്ധാത്മാവാകിയാൽ ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന കർത്തൃത്വം നടത്തുന്നത് പാപമാണെങ്കിൽ ആ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. കർത്തൃത്വം സാത്താനാണെങ്കിൽ സാത്താൻ അടിമതത്തിൽ പെട്ടുപോകും. എന്നാൽ ഇന്ന് സന്ധ്യാവേളയിൽ എന്നെ കർത്തൃത്വം നടന്ന എന്റെ കർത്താവായ യേശു എന്ന് പറയാൻ എത്ര കഴിയും? मुझे और आप में प्रभुता करने वाला जीवित परमेश्वर ही होना चाहिए, सारे सृष्टि के मालिक ही होना चाहिए. वही हमें प्रभुता करने के समय में सारे बातों में छुटकारा प्राप्त कर सकते हैं. जो बातों हमारे जीवन के राह में आशा रख रहा है, हमारा जीवन के राह में जो भी सफल होना है, असंभव बातों को जरूर संभव करके दिखाने वाला परमेश्वर आज सच के हमारे बीच में उपस्थित है. उनके बातों में यह बता रहा है कि तुम्हारा हृदय की तत्परों को, तुम्हारे हृदय की जो आशा को परमेश्वर बढ़ाना चाहते हैं और तुम्हारा आंख की रोशनी देना चाहते हैं, ताकि तुम्हारे जीवन में जिस आत्मा की अगुवाई के आधार पर चलना है, मुझसे बेटा या बेटे के समान तुम कदमों रखे. प्रभुदा कोई शैतान नहीं करने पाए, प्रभुदा कोई पाप ना करने पाए, प्रभुदा कोई इस दुनिया का व्यक्ति ना करने पाए, प्रभुदा में संसार ना करने पाए, बल्कि हमारे लिए प्रभुदा करने वाला प्रभु
നമ്മൾ കർത്തൃത്വം നടത്തുന്ന ലോകമായിരിക്കരുത്, ലോകസ്നേഹമായിരിക്കരുത്, പാപമായിരിക്കരുത്. നമ്മൾ കർത്താവായ യേശുവായിരിക്കണം. ദൈവാത്മാവിന്റെ വിവിധ വിഷയങ്ങളെ പറ്റി നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് പഠിപ്പാൻ സന്ധ്യാവളിയുടെ ആത്മാറാകട്ടെ. ആത്മാവ് ഒന്നേ ഉള്ളൂ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുമ്പോൾ പ്രാപിച്ച ആത്മാവ് ദാസ്യത്തിന്റെ ആത്മാവല്ല. ഞാൻ പ്രാപിച്ച ആത്മാവ് പുത്രത്തിന്റെ ആത്മാവ്, വെളിപ്പാടിന്റെ ജ്ഞാനത്തിന്റെ ആത്മാവിനെ തരുന്നതിന് വേണ്ടി ഈ അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചു. വീണ്ടും നാം തിരുവനന്തപുരത്തിൽ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 12 മുതൽ വേദഭാഗത്തില് മനുഷ്യാത്മാവ് പ്രാപിച്ച വ്യക്തികളെ പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. നമുക്ക് ഒരുമിച്ച് എന്ന് പറയാൻ കഴിയുമോ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാകുന്നു, ഞാനോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാകുന്നു. നാം എന്ന് പറയാൻ നമുക്ക് പൊക്കത്തിൽ ഒരു പക്ഷേ ഞാന് കൃപയാൽ ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിറയുവാൻ തക്കവണ്ണം പൗലോസിന്റെ ജീവിതത്തിൽ ഇടയായി തീർന്നു. ജീവിതത്തിൽ ഇങ്ങനെ നാം കാണുന്നു. കൊരിന്ത്യയിലുള്ള ദൈവജനത്തിന് ആത്മീയരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദൈവകൃപയിൽ നിൽക്കുന്നവരുണ്ട്, വിശ്വസ്തന്മാരുണ്ട്. അതിൽ ആ കൂട്ടത്തിൽ തന്നെ ജഡികരുണ്ട്, പ്രാകൃതരുണ്ട്. എന്നോട് വ്യക്തമായി പറയട്ടെ, ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാത്തവരുണ്ട്, കൈക്കൊള്ളുന്നവരുണ്ട്. ശബ്ദം എല്ലാവരുടെയും പോയി. ആത്മീയന് ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുമ്പോൾ അവന്റെ മനസ്സെങ്ങനെയാണ്? ക്രിസ്തുവിന്റെ മനസ്സ്. ക്രിസ്തുവിന്റെ മനസ്സോടുകൂടെ പോകേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ദാസനെ ഇവിടെ ആഹ്വാനം ചെയ്യുമ്പോൾ ഇന്ന് വൈകാല വേളയിൽ എല്ലാവരുടെയും പരമാർത്ഥ മനസ്സ് കർത്താവ് ഉണർത്തുമാറാകട്ടെ. ലോകത്തിന്റെ ആത്മാവ്, അങ്ങനെ ഒരു ആത്മാവുണ്ടോ? ഉണ്ട്. നമുക്ക് നിന്ന് ആത്മാവ് ഒന്നേ ഉള്ളൂ, നാം ദൈവാത്മാവിൽ നയിക്കപ്പെടുന്നവരാണ്. ഒന്നുകൊണ്ട് പറയണം, ഇപ്പോൾ തന്നെ ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്, നാം പ്രാപിച്ച ആത്മാവ് ദാസ്യത്തിന്റെ ആത്മാവല്ല, നാം പ്രാപിച്ച പുത്രത്തിന്റെ ആത്മാവാണ്. നാം പ്രാപിച്ച ആത്മാവ് മനുഷ്യന്റെ ആത്മാവല്ല, നാം പ്രാപിച്ച ദൈവാത്മാവാണ്. നാം പ്രാപിച്ച ആത്മാവ് ലോകത്തിന്റെ ആത്മാവല്ല, നാം പ്രാപിച്ച ആത്മാവ് വെളിപ്പാടിന്റെ ജ്ഞാനത്തിന്റെ ആത്മാവാണ്. നാം പ്രാപിച്ച ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, നാം പ്രാപിച്ച ആത്മാവ് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച സ്നേഹത്തിലും സുബോധത്തിലും ശക്തിയുടെയും ആത്മാവാണ് പ്രാപിച്ചിരുന്നത്. മനസ്സിലാക്കണം. ചില വേദഭാഗങ്ങൾ എടുത്ത് കൂടുതൽ വായിക്കുന്നതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ഒന്ന് മനസ്സിലാക്കി പോകുന്ന ഏറ്റവും അനുഗ്രഹമാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കള് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരുന്നു. ഈ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരുന്നു ദൈവമേ, മനുഷ്യന്റെ ആത്മാവോ ലോകത്തിന്റെ ആത്മാവോ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. അവരെ പ്രാകൃതാത്മാവിൽ അധീനപ്പെടുത്താൻ കഴിയത്തില്ല. ജഡീയാത്മാവിൽ അവർക്ക് അവരെ ഒതുക്കുവാൻ കഴിയത്തില്ല. അവരെ സ്വാതന്ത്ര്യമാക്കിയത് യേശു ക്രിസ്തു ആകിയാൽ സന്തോഷത്തോടെ ദൈവത്തിന്റെ നാമത്തെ മഹത്വീകരിക്കാൻ അനേക സ്ഥാനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അത് തിമോത്തിയോസ് ലേഖനത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും. തിമോത്തിയോസ് 1:7 ഇങ്ങനെ കാണുന്നത്, നാം പ്രാപിച്ച ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, നാം പ്രാപിച്ച ആത്മാവ് സ്നേഹത്തിന്റെ സുബോധത്തിന്റെ ശക്തിയുടെ ആത്മാവാണ്. അപ്പോൾ ഭീരുത്വം എന്നൊരു ഭയം എന്റെ മനസ്സിലുണ്ടെങ്കിൽ, എന്റെ മാതാവ് എന്റെ പിതാവിന് ഇങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നു, ഒരു പക്ഷേ ആ രോഗം എനിക്കും വരുമോ എന്നൊരു ഭയം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ ഭീരുത്വത്തിന്റെ ആത്മാവിനെ യേശു ഇന്ന് പകൽക്കാലം ശാസിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ചെയ്യപ്പെടാത്ത രോഗം എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ ഇന്ന് സന്ധ്യാവളിൽ യേശുവിനെ അത്ഭുത രോഗശാന്തി തരുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ രോഗശാന്തി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് അവനെ സൗഖ്യമാക്കുന്ന ഭൂമിയാകുന്നു. വിശ്വസിക്കുന്ന ദൈവം വലിയ പ്രവർത്തിക്കുവാൻ ശക്തനാണ്.
കഴിഞ്ഞ ദിവസം ചില വർഷം മുമ്പ് കടന്നു വന്ന ശുശ്രൂഷ കടന്നു പോയപ്പോൾ ഒരു സഹോദരൻ പ്രവർത്തിച്ച ദൈവപ്രവൃത്തിയെ പറ്റി അവർ എഴുതി സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ സമയം കടന്നു വന്നപ്പോൾ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ ഒരു ദൈവികാലോചന പറഞ്ഞു. അതിനനുസരിച്ച് ഞാൻ വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഏത് സമയത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നോ ആ സമയത്ത് തന്നെ ദൈവപ്രവൃത്തി ആ ശരീരത്തിൽ വ്യാപരിച്ച് ഏത് ഗ്രോത്ത് പ്രത്യക്ഷപ്പെട്ടോ അതിനെ അപ്രത്യക്ഷമാക്കി തീർത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ട പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്ത് കടന്നു പോകാൻ കർത്താവ് സഹായിച്ചു. ആ വലിയ ദൈവത്തിനെ ഞാൻ സ്തോത്രം ചെയ്യും. ഇന്ന് സന്ധ്യാവേളയിലും ഇവിടെ ഇല്ലാത്ത വ്യക്തികളെ തൊടുവാൻ ശക്തനാണ്. ദാസൻ ഓർപ്പിച്ച ചില രോഗബന്ധനങ്ങളെ ഇന്ന് സന്ധ്യാവേളയിലും വചനം അയച്ചവൻ പിടിവിക്കുന്നവനാണ്. അവൻ വിശ്വാസത്തോടെ പറയട്ടെ, ഇന്ന് സന്ധ്യാവേളയിൽ നിന്റെ ഭവനത്തില് ഏത് വിഷയത്തിന്റെ ഭാരം കൊണ്ടിരിക്കുന്നു ഈ പരിശുദ്ധ ശക്തി എന്ന് പറയുന്നത് നിറയ്ക്കുന്ന ശക്തിയാണ്. അത്ഭുതമായ ശക്തി ശരീരം വ്യാപരിക്കുമ്പോൾ നിന്റെ രോഗം മാറും, ക്ഷീണം മാറും. ദൈവത്തിന് അറിഞ്ഞിപ്പാൻ ദൈവമാകർത്താവ് സഹായിക്കും. ബലഹീനതകളെ ചുമന്നവന് അവൻ സകല ഭയം നിന്റെ ഉള്ളിലുള്ളതിനെ മാറ്റുവാനും ശക്തനാണ്. എന്തോ ഭയം? വാഹനം ഓടിക്കുമ്പോൾ ഭയമുണ്ടോ? സൗകര്യം ഭയമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ ഭയം എനിക്കൊന്ന് മാറ്റണം, ഇനി ഞാൻ ഭയപ്പെടത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് ബുദ്ധിയോടൊന്നും ഏതൊരു സമയത്തും അശ്രദ്ധരായിട്ടൊന്നും ഇരിക്കരുത്. വളരെ ശ്രദ്ധയോടെ തന്നെ ഇരിക്കണം. ദൈവം തരാത്ത ജ്ഞാനത്തെയും ഒക്കെ ഉപയോഗിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം പ്രാപിച്ച ഒന്ന് വായിക്കാം. തിമോഥെയോസ് 1:7. നാം പ്രാപിച്ച പ്രിയത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര. ഏത് സ്ഥാനങ്ങളിലും സഭകളിലും ഒക്കെ ചെല്ലുമ്പോൾ അവരുടെ ആത്മീയ അവസ്ഥയിൽ പലപ്പോഴും ക്ഷീണിതരായി തീരുന്ന അനുഭവം കാണാറുണ്ട്. ഞാൻ ഈ ദൈവസഭയോട് സ്തോത്രം ചെയ്യുന്നു. പുറത്തു തന്നെ ആത്മീയ ശക്തിയെ കണ്ടപ്പോൾ, ആരാധനയുടെ ശക്തിയെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇന്ന് സന്ധ്യാവേളയില് ഒരാത്മീകന് ശക്തി കുറയുന്നതല്ല, ശക്തി നിറഞ്ഞുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുന്നവരുടെ ശക്തി കുറയുന്നതല്ല, അത് ഓരോ ദിവസവും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാധിക്കുന്നവരുടെ ശക്തി കുറയുന്നതല്ല, അത്യന്ത ശക്തിവാൻ കൂടാതെ വ്യാപരിക്കപ്പെട്ട് ആരും അറിയുന്നവർ ആരാധിപ്പാൻ പല ജനത്തെ സഹായിക്കുവാനാണ്. മുൻവിധി കൂടാതെ ദൈവസഭയിലായിരിക്കുന്ന വിശുദ്ധന്മാര് ദൈവം രാത്രി കഴിഞ്ഞ സന്ധ്യാവളിൽ മാനിപ്പാൻ പോകുകയാണ്. ഞാൻ പ്രാപിച്ച ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല. എന്തിനുള്ള ഭയം? ഈ ജോലിയുടെ വിഷയത്തിൽ എന്തായിത്തീരും എന്നൊരു ഭയം, ഭവനത്തിൽ എന്തായിത്തീരും എന്നുള്ള ഭയം, പ്രശ്നങ്ങള് വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ആ പരീക്ഷയുടെ മധ്യത്തിൽ എങ്ങനെ ഇതിന് വിടുതൽ ലഭിക്കുമെന്നുള്ള ഭയം. ഇന്ന് സന്ധ്യാവേളയില് യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് ആ ഭയത്തെ ഞാൻ പൂർണ്ണമായി മാറ്റുകയാണ്. ദൈവസന്നിധാനത്തിൽ നാം പ്രാപിച്ച ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, നാം പ്രാപിച്ച ആത്മാവ് ശക്തിയുടെ ആത്മാവ്. ശക്തി മാത്രമല്ല, പിന്നെ അടുത്തത് സ്നേഹം. അത് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. ദൈവസ്നേഹത്തിൽ നിറഞ്ഞു വരിക, ദൈവകൃപയിൽ നിറഞ്ഞു വരിക. ഇന്ന് പകൽക്കാലം ഈ വയ്യാതെ എനിക്ക് ഓർപ്പാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിപ്പാക്കുന്നതിന് കഴിയത്തില്ല എന്ന് പ്രാഗൽഭ്യത്തോടെ എല്ലാ ദൈവജനങ്ങളും പറയാനിടയാകട്ടെ. സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്നു, സുബോധത്തിൽ മുന്നേറുവാനിടയാകുന്നു എന്ന് പറഞ്ഞാൽ നല്ല നോർമൽ ആയിരിക്കുമെന്ന്. ആത്മീയൻ ഒരിക്കലും ഈ പരിജ്ഞാനമില്ലായ്മ ചെയ്യത്തില്ല. കാരണം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നതാകൊണ്ട്, അവൻ വെളിപ്പാടിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതായതുകൊണ്ട്, ശക്തിയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാകൊണ്ട്, അവനെ ബലഹീനപ്പെടുത്താൻ വരുന്ന വിഷയങ്ങൾ അവൻ മനസ്സിലാക്കിയിട്ട് തന്നെ ബലഹീനപ്പെടുത്താൻ വരുന്ന ശത്രുവിന്റെ തലയെ തകർത്തവന്റെ ശക്തി തന്നെ അവന്റെ മേൽ വ്യാപരിച്ച് അവൻ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ ആ സാത്താന്റെ ശക്തി അഴിഞ്ഞു മാറും. അവൻ എല്ലാ സന്ധ്യാവേളയില് സാത്താൻ ബന്ധിച്ച രോഗകെട്ടുകളുണ്ടല്ലോ, എന്റെ കർത്താവ് സൗഖ്യമാക്കാൻ പോവുകയാണ്. വർഷങ്ങളോളം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചില ചില കെട്ടുകള്, ചില ബന്ധനങ്ങള് ഇന്ന് സന്ധ്യാവേളയിൽ കർത്താവ്
ആഗ്രഹിക്കുന്നത്. നാഹൂം 1:13 അവസാന ഭാഗവും അതിന്റെ ആദ്യ ഭാഗവും കൂടെ ചേർത്ത് 12 അവസാനവും 13 ആദ്യ ഭാഗം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അവൻ ഇനിയും നിന്നെ താഴ്ത്തുകയില്ല. നിന്റെ ജീവിതത്തിൽ കഴിയുന്ന ആളുകളുടെ ഒരു നുഖത്തിന് അടിമയായിരുന്നെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വന്നിട്ട് ആ നുഖത്തിന്റെ അവസ്ഥകൾക്ക് ഒരു ഭേദം തന്ന് നിന്നെ നിവർന്നു നിൽക്കുവാൻ പ്രാപ്തി തരുന്ന, കടബാധ്യതകൾ നിവർന്നു നിൽക്കുവാൻ പ്രാപ്തി തരുന്ന, നിലനിൽക്കാൻ പ്രാപ്തി തരുന്ന, സ്ഥിതികൾക്ക് മാറ്റം തരുന്ന ദൈവത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു വരികയാണ്. ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, തുറന്നു പറയാൻ കഴിയാത്ത ഭാരമുള്ള വിഷയങ്ങളുണ്ടല്ലോ. ഇന്ന് യേശുവിന്റെ അധികാരമുള്ള നാമം ഞാൻ പറയുകയാണ്, ഇനി അവൻ നിന്നെ താഴ്ത്തുകയില്ല. ഉറക്കെ പറയാൻ കഴിയുമോ? എന്നെ ഇനി അവൻ താഴ്ത്തുകയില്ല. അവൻ നിന്റെ നുഖത്തെ അവൻ ഓടിച്ചു കളയും. ഒരു നുഖം ഓടിച്ചു കളയപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ തല നേരെ നിൽക്കും. അനേക വിഷയങ്ങൾക്ക് വിടുതലുണ്ട്, ഭാരപ്പെടുന്ന അവസ്ഥകളുണ്ടല്ലോ. ദൈവാത്മാ ശക്തമായി പറയുന്നു, നിന്റെ മുഖം ഉയർന്നു നിൽക്കുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. ഒടിച്ചു കളഞ്ഞിട്ട് ആ ഭാഗത്ത് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനി നിന്നെ താഴ്ത്തുകയില്ല. ഇപ്പോഴോ ഞാൻ അവന്റെ മുഖം നിന്റെ മേളിൽ നിന്ന് ഓടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയുകയും ചെയ്യും. നിന്റെ മുഖം ഒടിച്ചു കളയും, നിന്റെ ബന്ധനങ്ങളെ അറുത്തു കളയും. ഇന്ന് ദൈവാത്മാവിൽ നയിക്കപ്പെടുന്ന വിശുദ്ധന്മാര് വളരെ ശ്രദ്ധയോടുകൂടെ ഇവിടെ ഇരുന്ന് ഈ ദൂത് വ്യക്തമായി മനസ്സിലാക്കി അവരുടെ ഭവനത്തിൽ കഴിയുന്ന ആളുകൾ ഒതുക്കുവാൻ നോക്കിയ ചില ദുഃഖങ്ങള്, അവരുടെ ഭാവിക്കെതിരായിരുന്നതായ ചില ബന്ധനങ്ങൾ, ചങ്ങലകൾ പോലെ കെട്ടിവെച്ചിരിക്കുന്ന ചില അന്യായ ബന്ധനങ്ങൾ, ന്യായമായി ഭവിക്കേണ്ടതല്ലായിരുന്നു, അന്യായമായി ഭവിച്ചതായ വിഷയം, അന്യായമായ ബന്ധനങ്ങളെ ഇന്ന് പകൽക്കാലം അഭിഷക്തന്മാർ ഒരുമിച്ച് ചേർന്ന് ആ ബന്ധനങ്ങളെ അറുത്തു കളയുകയാണ്. നിവർന്നു നിൽക്കത്തക്കോണം ദൈവമായ കർത്താവ് ഉയർത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നീ മുഖം കുനിഞ്ഞു പോകുന്ന വിഷയങ്ങൾ ഉണ്ടായി കാണാം. എന്നാൽ ഇനി അവൻ മുഖം താഴ്ത്തുകയില്ല. നിന്റെ മുഖം ഉയർത്തുവാൻ ദൈവം ബലപ്പെടുത്തും. ആ മുഖത്തെ ഒടിച്ചു കളയും, ബന്ധനങ്ങളെ അറുത്തു കളയും. ദൈവാത്മാവിൽ നയിക്കപ്പെടുന്ന വിശുദ്ധന്മാർ ആ ശക്തി പ്രാപിച്ച് ദൈവകൃപയെ മുന്നേറുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. വിവിധ ആത്മാവിനെ പറ്റി അല്ലെങ്കിൽ ആത്മാവിന്റെ നാമകരണങ്ങളെ പറ്റി എല്ലാം നമ്മുടെ തിരുവനന്തപുരത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിച്ച് വേഗത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് പ്രത്യേക ചില വിടുതൽ ഈ ദേശത്തിന്മേൽ ഉണ്ടാകേണ്ടതിന് ദുഷ്ടൻ ആധിപത്യം വെച്ചിരിക്കുന്ന ചില കെട്ടുകള്, അവൻ ചില നുഖങ്ങളെ, ചില അവൻ ചങ്ങലകളെ കർത്താവിനെ പൊട്ടിക്കുന്നത് കാണട്ടെ. അത് നിമിത്തം ഇതുവരെ കണ്ടിട്ടില്ല ചില അത്ഭുതങ്ങൾ ചില ഭവനങ്ങൾ ഉണ്ടാകും. ചില തുറക്കപ്പെടേണ്ട വിഷയങ്ങൾ ദൈവം തുറന്നു തരും. യേശുവിന്റെ നാമത്തിന് അടഞ്ഞിരിക്കുന്ന വാതിൽ ദൈവം തുറന്നു തരും. നിനക്ക് വേണ്ടി വാതിൽ ദൈവം തുറക്കുമെന്ന് പറഞ്ഞെങ്കിൽ വാക്ക് പറഞ്ഞവൻ പറയത്തില്ല, അവൻ വാക്തത് നിവർത്തിക്കുവാൻ ശക്തനാണ്. വിശ്വസിച്ച് ദൂരത്തെടുക്കട്ടെ. എനിക്ക് വേണ്ടി ഈ ആണ്ടിൽ തന്നെ എന്റെ കർത്താവ് പ്രവർത്തിക്കുകയാണ്. പഴയ നിയമത്തിലും ഈ ആത്മാവ് വന്നും പോയി വരുന്ന അനുഭവങ്ങളൊക്കെ അവൻ കഴിയുന്നുണ്ടായെങ്കിലും ഞാനൊരു യൗവന സഹോദരന്റെ വിഷയത്തെ പറ്റി പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഞാൻ ശരണപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 38-ാം വാക്യത്തില് ഒരു അധികാരി, ഒരു രാഷ്ട്രത്തിന്റെ അധികാരി ഒരു വ്യക്തിയെ പറ്റി ഒരു വിഷയം പറയുകയാണ്. ഇവരെ പോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ കണ്ടുകിട്ടുമോ? ഒരു ചോദ്യം. ഇന്ന് സന്ധ്യാവേളയിൽ ഈ പട്ടണത്തിൽ, ഈ രാഷ്ട്രത്തിൽ ദൈവം നിന്നെ കൊണ്ടെത്തിച്ചെങ്കിൽ നിന്നെ പോലെ പ്രാർത്ഥിക്കുന്നവനെ ഒരുവനെ കണ്ടുകിട്ടുമോ എന്ന് ദേശം ചോദിക്കണം. പ്രാർത്ഥിക്കുന്നവർക്ക് സ്വന്തം പറയാൻ കഴിയുന്നു. നിന്നെ പോലൊരു ആത്മീയ ദേശത്ത് കണ്ടുകിട്ടുമോ? ഇവരെ പോലൊരു നല്ല ആത്മീയ കുടുംബത്തെ കണ്ടുകിട്ടുമോ? ഇവരെ പോലെ ദൈവ
ദൈവസഭ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുന്ന ഒരു ഐക്യരാത്മാവിൽ നിൽക്കുന്ന ഒരു ദൈവസഭയെ കണ്ടുകിട്ടുമോ? നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിലും ഒന്ന് സ്തോത്രം പറയാം. അത് ചോദിക്കുന്ന ആരാണെന്ന് അറിയാമോ? ഒരിക്കലും വാ തുറക്കാതെ, ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി വാ തുറക്കാത്ത വ്യക്തിയെ ദൈവം വാ തുറപ്പിക്കും. അധികാരികളെ ഏത് രീതിയിൽ ദൈവപ്രവൃത്തി വെളുപ്പം കാണുവാൻ തന്നെ ഇടയായി തീരണമോ അതിനുവേണ്ടി ദൈവം ചില വ്യക്തികളെ എടുത്ത് ഉപയോഗിക്കും. ശ്രദ്ധിക്കണം. അതിനുവേണ്ടി സാഹചര്യങ്ങൾ ദൈവം ഒരുക്കും. ചില സാഹചര്യം ഒരുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നു. പറയട്ടെ, സംഭവിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. 17-ാം വയസ്സുകൊണ്ടുള്ള യാത്രയില് തിക്താനുഭവങ്ങളല്ലാതെ ഒന്നും തന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിഞ്ഞില്ല. സഹോദരന്മാരെ സ്നേഹിച്ച് അപ്പവുമായി പിതാവിന്റെ വാക്കനുസരിച്ച് അവിടെ കടന്നു ചെന്നപ്പോൾ അവരെ നികൃഷ്ടമായ രീതിയിൽ അവരെ പൊട്ടക്കടത്തിലേക്ക് ഇട്ടു. വീണ്ടും അവിടെ നിന്ന് രൂപേന്റെ ഹൃദയത്തിൽ പ്രേരണ തോന്നി കയറ്റി കടത്തിൽ നിന്ന് കയറ്റിയെങ്കിലും മിസ്രൈമിലെ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റുകൊടുത്തിട്ട് അവരുടെ ജീവിതത്തിൽ പരാജിതനായി തീർന്നോ എന്ന് ഓർത്തുകൊണ്ട് വ്യാകുലപ്പെട്ടു പോകുന്ന ഒരു അനുഭവമായിരുന്നുവെങ്കിൽ തന്നെയും അവനെ നടത്തുന്ന ദൈവാത്മാവായിരുന്നു. അവനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്റെ കർത്താവിനെ വിളിച്ചു, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നെ ഒരു കാഴ്ച തന്നിട്ടുണ്ട്. അതനുസരിച്ച് എനിക്ക് ചുവടുകൾ വയ്ക്കണം. എന്റെ ജീവിതത്തിൽ ഇനി ഈ യാത്രയിൽ എന്ത് പ്രതിസന്ധി വന്നാലും അടിമ ഒരിക്കലും ഉയരത്തില്ല എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. എങ്കിലും എന്നെ നിന്നയിച്ച സ്ഥാനം ദൈവം എന്നെ മാനിക്കാൻ പോകുകയാണ്. നിന്നെ ഉയർത്തുകയില്ല എന്ന് നിന്റെ കൂട്ടുകാർ പറയുമായിരിക്കും. നിന്നെ നിന്നയിച്ച സ്ഥാനം ദൈവം നിന്നെ മാനിക്കും. വിശ്വാസം ഏറ്റെടുക്കട്ടെ. എന്റെ കുടുംബക്കാർ, ചർച്ചക്കാർ നിന്നെ പറ്റി പറഞ്ഞു കാണും. എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല എന്ന്. എന്നാൽ ഇംഗ്ലീഷ് പറഞ്ഞ രാജ്യത്തിനെ കൊണ്ടുവന്നെത്തിച്ച് അർഹതയില്ലാത്ത ജോലി തന്ന് നിന്നെ ഉയർച്ചയിലേക്ക് നടത്തുമ്പോൾ ഇന്ന് സംഖ്യാവ് ദൈവജനം മഹത്വപ്പെടുന്നുണ്ട്. ദൈവത്തിന് വലിയ ദൈവമാണ്. യോഗ്യതയില്ലാത്ത സ്ഥാനങ്ങളിലേക്ക് ദൈവം ഉയർത്തുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം. സകല മഹത്വം ദൈവത്തിന് കൊടുക്കണം. ഞാൻ ചുരുക്കി പറയട്ടെ, മിസ്രൈമിലെ കച്ചവടക്കാർക്ക് വിറ്റതായ സ്ഥാനത്തും അവന്റെ യാത്രയിൽ അവൻ ഒരേ ഒരു ചിന്താഗതിയുള്ളൂ. എന്നെ കാണിച്ചൊരു ദർശനമുണ്ട്. ആ ദർശനം സമാപ്തിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് വേഗത്തിൽ സംഭവിക്കും. എന്താ വേഗത്തിൽ സംഭവിക്കാത്തത് എന്ന് നമുക്ക് പലപ്പോഴും ചിന്താഗതി തോന്നും. നമ്മുടെ സമയത്ത് ദൈവത്തിന്റെ സമയത്ത് ദൈവം സംഭവിക്കാൻ ശക്തനാണ്. ജീവിതത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ആ മിസ്രൈമിലെ കച്ചവടക്കാർ പൊത്തിഫേറിന്റെ ഭവനത്തിലേക്ക് അവനെ വിറ്റു. അവിടെ താൻ കടന്നു വന്നിട്ട് വിശ്വസ്തനായി പാർത്തു. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, യഹോവയ്ക്കെതിരായിട്ട് ഞാൻ പാപം ചെയ്യുകയില്ല. യൗവന സഹോദര സഹോദരി, ഇന്ന് സന്ധ്യാവേളയില് ദൈവാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ദൈവപൈതലെങ്കിൽ നിനക്കൊരു തീരുമാനം ഉണ്ടായിരിക്കണം. ഞാൻ ദൈവത്തിനെതിരായി ഒരു വാക്ക് പറയത്തില്ല. ദൈവത്തിനെതിരായി ഞാൻ പറഞ്ഞ ശമ്പര് പോലും പറഞ്ഞൊരു ഭാഗമുണ്ട്, ഞാൻ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് അപ്പം ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്യുന്നത് വലിയ വിഷയമൊന്നുമില്ല. പ്രാർത്ഥിക്കാതിരുന്നാൽ മതി. അല്ലേ? എനിക്കെവിടെ ഭാഷ സമയം ഇന്ന് ബൈബിൾ വായിച്ചു വന്നിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷ എങ്ങനെ ചോദിക്കരുത് എന്നൊരു ചിന്താഗതി. ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കാൻ ഒരു വാഞ്ചയുണ്ടാകട്ടെ. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുവാൻ ഒരു വാഞ്ചയുണ്ടാകട്ടെ. ദൈവത്തോട് നമുക്ക് സംസാരിക്കാൻ ഒരു വാഞ്ചയുണ്ടാകട്ടെ. അത് ഏത് സ്ഥാനമോ സാഹചര്യമോ ആയിക്കൊള്ളട്ടെ. ദൈവത്തെ പ്രസാദം മുൻസ്ഥാനം കൊടുക്കുന്നെങ്കിൽ ദൈവം നിന്നെ മാനിപ്പാൻ ശക്തനായ ദൈവമാണ്. ഈ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട സ്ഥാനത്ത് താൻ വിശ്വസ്തനായി പാർത്തു. അവൻ വിശ്വസ്തനായി പാർത്തത് കൊണ്ട് തിരുവനന്തപുരത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, അവന് കുറ്റാരോപണം ചെയ്യപ്പെട്ട് അവന് ജയിലറയിൽ അടയ്ക്കപ്പെട്ടതായ സ്ഥാനത്തും അവൻ അവിടെയും ദൈവത്തിന്റെ നാമത്തെ മുഖത്തിരിക്കാൻ തന്നെ ആഗ്രഹിച്ചു. അവിടെ ഒരു ഉയർന്ന സ്ഥാനമൊക്കെ കിട്ടി. അവിടെ താൻ വിശ്വസ്തനായി മുന്നോട്ട് പോകുകയാണ്. തന്റെ വിഷയത്തെ പറ്റി സ്ഥാപിക്കാതെ നിന്നില്ല. പല കാര്യങ്ങളും പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അവർ പരമാർത്ഥികളായിരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ പരമാർത്ഥത്തെ തൂക്കി നോക്കുന്നത് നമ്മുടെ മധ്യത്തിലുണ്ട്. ഒന്നുകൂടി വ്യക്തമായി പറയട്ടെ, ആ പരമാർത്ഥത്തെ തൂക്കി നോക്കിയിട്ട് അവനെ ഏത് സമയത്ത് ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമോ അതിനനുസരിച്ച് ഫറവോൻ ഒരു സ്വപ്നവും അതിന്റെ അർത്ഥം പറയാൻ തക്കണം. ആ സ്വപ്നത്തെ അർത്ഥത്തെ പറയാൻ ആരുമില്ലാതിരിക്കുമ്പോൾ അവിടെ അഭിഷക്തനായ യോസേഫിനെ ആളയച്ച് വിളിപ്പിച്ച് അവനെ ഈ ഫറവോന്റെ മുൻപാകെ നിർത്തി. ഫറവോൻ കണ്ട സ്വപ്നത്തെ അർത്ഥത്തെ പറഞ്ഞപ്പോൾ ഇവൻ അത്ഭുതം കൂടി. ഒരു രാജാവ് പറയുകയാണ്,
ഇവനെ പോലെ ദൈവാത്മാവുള്ളവൻ ഒരുവനെ കണ്ടു കിട്ടുന്നു. സ്തോത്രം. അടുത്തിരിക്കുന്നവർ കരം കൊടുത്തിട്ട് പറയുക, എന്നെ പോലെ ഒരു ആത്മീകനെ കണ്ടുകിട്ടാൻ കഴിയും. പ്രായമുള്ളവർ പറഞ്ഞാൽ മതി. അച്ഛാ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. വിനോദ് പറ, എന്നെ പോലെ ആത്മീകനെ കണ്ടുകിട്ടാൻ കഴിയുമോ? ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ അത് ഏറ്റു പറയുക. നിശ്ചയമാ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇവനെ പോലെ ദൈവ, ആ വാക്യം നിങ്ങൾ മറക്കരുത്. ഒരു പ്രാവശ്യം വായിച്ചു. ദൈവാത്മാവുള്ള ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടു കിട്ടുമോ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ദൈവാത്മാവുള്ളവരല്ലേ ഇവിടെ അല്ലേ ഇരിക്കുന്നത്? നമ്മളെ പറ്റി ഏതെങ്കിലും അധികാരി പറഞ്ഞിട്ടുണ്ടോ? കോട്ടെ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴെല്ലാവരും എന്നോട് പറയുന്ന ഭാഷ അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ കണ്ടു കിട്ടുമോ? ഒരു രാഷ്ട്രത്തിന്റെ അധികാരി വന്ന് ദേശത്തിന് ഉയർത്താമേൽ തന്റെ ഉന്നത സ്ഥാനം കൊടുത്തിട്ട് സിംഹാസനം ഒഴികെ എല്ലാറ്റിനും രാജാവിന് തുല്യമായിരിക്കത്തക്ക രീതിയിൽ പ്രധാന പദവിയിലേക്ക് എത്തിച്ച ദൈവം ഇന്ന് സന്ധ്യാവേളയിൽ നിന്നെയും ഏത് സ്ഥാനത്തും ഉയർത്തുവാൻ ശക്തനാണെന്നുള്ള കാര്യം മറക്കരുത്. എന്നാൽ ദൈവസന്നിധാനത്തെ താഴ്ത്തി ഏൽപ്പിക്കണം. അല്ലാതെ ചാടി ഉയരാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഒത്തിരി പേരുടെ വീട്ടിൽ നിൽക്കുന്ന സ്ഥാനമേ കിട്ടത്തുള്ളൂ. എന്നാൽ ചാടി ഉയരാതെ ദൈവസന്നിധാനം കാത്തിരിക്കുമ്പോൾ നിശ്ചയമായും രാഷ്ട്രത്തിന്റെ ഉന്നത നിലവാരത്തിൽ ദൈവം എത്തിക്കും. മനസ്സിലായവരൊന്ന് സ്തോത്രം പറയാം. ചില ദ്രുതഗതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പരാജയമായി തീരും. എന്നാൽ ദൈവാത്മാവുള്ളവൻ ദ്രുതഗതി ചെയ്യത്തില്ല. ദൈവാത്മാവ് ദൈവത്തിന്റെ ആലോചന കേട്ടനുസരിക്കും. വായിക്കുന്നു, ഈ ദൈവാത്മാവുള്ള കുഞ്ഞെ പോലെ ഒരുവനെ കണ്ടു കിട്ടുമോ? താഴോട്ട് ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഫറവോ അല്ലെ ഈ യോസേഫ് പറയാതെ ഒരുവന്റെ കയ്യോ കാലോ അനക്കാൻ കഴിയത്തില്ല. ഒന്നുകൂടി പറയട്ടെ, ഈ പൊത്തിഫേരുടെ ഭാര്യയ്ക്ക് പോലും ഒന്ന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ യോസേഫിന്റെ അനുവാദം വേണം. മനസ്സിലായി? ദൈവമക്കൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ നീ അറിയാത്ത ചില തിന്മകൾ നിനക്കെതിരായി പറഞ്ഞിരിക്കും. ദൈവത്തെ സ്തുതിക്കണം. ഒരു നീതി വെളിപ്പെടുന്നൊരു ദിനമുണ്ട്. സത്യം വെളിപ്പെടുന്നൊരു ദിനമുണ്ട്. നീതിക്കായി നിൽക്കുന്ന വിശുദ്ധന്മാരെ ദൈവമായും വശത്തിലാണ്. ഒന്നുകൂടി വ്യക്തമായി പറയട്ടെ, നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടരെ ദ്വേഷിക്കുന്ന ജനത്തിന് വേണ്ടി കൂട്ടുകാരൻ പരമായി അവൻ ആനന്ദം കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ ശക്തനാണ്. ആ അഭിഷേകം നിന്റെ ശരീരത്തിൽ വീഴുമാറാകട്ടെ. ആ അഭിഷേകം നിന്റെ സരസിന്മേൽ വീഴുമാറാകട്ടെ. ആ അഭിഷേക ശക്തി സകല ബന്ധങ്ങളെ അറുത്തുകളയുന്നതാണ്. ആ ദൈവാത്മാവിനെ ദൈവത്തിന് തന്നെ ജനത്തെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കും. മനസ്സിലെ ദൈവമക്കളെ, ഇന്ന് സന്ധ്യാവിൽ എനിക്ക് ഓർമ്മിപ്പാറുള്ളത്, ഈ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന വിശുദ്ധന്മാര് നിത്യതയെത്തുവോളം ദൈവസ്നേഹത്താൽ നിറഞ്ഞു തന്നെ നിൽക്കും. അവരുടെ ഏക താല്പര്യം ഇതായിരിക്കും, ഞങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനം വരെയും തികയ്ക്കും. അതായിരിക്കും നമ്മുടെ ലക്ഷ്യവും. ഒരു പുത്രത്വ ജീവിതമൊക്കെ നയിച്ചിട്ട് പോയാൽ ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഞാൻ പറഞ്ഞു, അതിനീതിമാനും അതിദുഷ്ടനുമാകരുതെന്ന് ശലോമോൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളൊക്കെ പറഞ്ഞു, പക്ഷേ അതിനീതിമാനും ദുഷ്ടനുമാകാതെ നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് പോകാം. ഒടുവിൽ ഇങ്ങനെ പറയുകയും ചെയ്യരുത്, കർത്താവ് വേഗം വരുന്നത്. അത് ഞങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രയാസമാണ്. മനസ്സിലായില്ല? കർത്താവ് മേഘാറുടനായി വരുന്നതൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന് ഒരു പ്രയാസം. ഇനി പല കാര്യങ്ങളൊക്കെ ഇവിടെ തട്ടിമുട്ടിയൊക്കെ നിൽക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് കർത്താവ് വന്നാൽ ദൈവാത്മാ പ്രാപിച്ചു പറയാനിടയായി, ഞാൻ പ്രാഗൽഭ്യമുള്ളവനാണുള്ളവളാണ്. അനേകർ കൈവിടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തില് വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഭക്തന്മാർ ഇല്ലാതെ വരുമ്പോൾ, നീതിമാന്മാർ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വാത്സല്യ ദൈവമക്കളെ, ഇന്ന സന്ധ്യാവിൽ നമ്മുടെ ഏക താല്പര്യം ഈ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി അന്തവരെ വിശ്വസ്തരായി പാർക്കുക. ദൈവാത്മാവുള്ള മനുഷ്യനെ ഇവനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ? ഞാൻ വിശ്വസിക്കുന്നു. ഈ ദൈവസഭയെ പോലെ വിശ്വസ്തരായി നിൽക്കുന്നവരെ കണ്ടുകിട്ടുമോ എന്ന് ദേശം പറയത്തക്ക രീതിയിൽ ഒരു പ്രവൃത്തി വെളിപ്പെടും. ആത്മാവിന്റെ ഐക്യത അത് ഹൃദയം ചേർന്നിരുന്നാലേ ഒക്കത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ സമയം വന്നപ്പോൾ ഓർമ്മിച്ചത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, പരമാർത്ഥമായി നീ എന്നെ ഹൃദയം ചേർന്നിരിക്കുന്നെങ്കിൽ കൈതരിക. അല്ലേ? മറന്നുപോയി? ഓർക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ എത്ര പേരൊന്നും പറയുന്നത്. എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് പരമാർത്ഥമായി ചേർന്നിരിക്കുന്നെങ്കിൽ കൈതരിക.
അല്ലെങ്കിൽ കൈ തന്നിട്ട് കാര്യം? ആ കൈ കൊടുക്കുമ്പോൾ തന്നെ ഒരു ദൈവപ്രവൃത്തി പെടുന്നു. കർത്താവിന്റെ ദാസന് നിങ്ങൾ പോയി കൈ കൊടുക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ദാസനിൽ നിന്നും ശക്തി പുറപ്പെടണം. ആത്മാവിന്റെ ശക്തി, ആ സഹോദരന്മാരുടെ ശക്തി പുറപ്പെടണം. ആ ദൈവ കൃപയിൽ നിറയപ്പെടുവാനിടയാകണം. എന്റെ ഹൃദയം നിന്റെ ഹൃദയവുമായി പരമാർത്ഥമായി ചേർന്നിരിക്കുന്നുവെങ്കിൽ ഭർത്താവും ഭാര്യയോട് പറയുകയും, സഹോദരന്മാരും പരസ്പരം പറയുകയും, സഹോദരിമാരും പരസ്പരം പറയുകയും, ദൈവദാസന്മാർ പരസ്പരം പറയുകയും ചെയ്യുന്നതായ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നിശ്ചയമായി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മീയ ഉണർവദേശത്തുണ്ടാകും. മനസ്സിലായി? ഹൃദയം ചേർന്നിരിക്കാൻ കഴിയാതെ ശത്രുവായ തന്ത്രങ്ങൾ മെനയുമ്പോൾ ഇന്ന് അഭിഷക്തന്മാരെ പറയുന്ന ദൈവാത്മാവ് പ്രാപിച്ചതായ പത്രോസ് യോഹന്നാനും അവരുടെ ഹൃദയങ്ങൾ ചേർന്നെന്ന് പറഞ്ഞു, ഞങ്ങളെ നോക്കൂ, ഞങ്ങൾക്ക് വെള്ളിയില്ല, പൊന്നില്ല, ഞങ്ങൾക്കുള്ള ഒരു നാമമുണ്ട്, യേശുവിന്റെ നാമം. ഇന്ന് സന്ധ്യാവലിൽ വിശ്വാസത്തോട് പറയുന്ന വിഷയങ്ങൾ ദൈവമക്കൾ അത് ഏറ്റെടുക്കണം. ആ യേശുവിന്റെ നാമത്തിൽ ഏത് മുടന്തുള്ള വിഷയമാണെങ്കിലും, ഏത് ശക്തി വ്യാപരിക്കണം, എവിടെ ഏത് ശരീരത്തിന്മേൽ, ഏത് അസ്ഥികളിന്മേൽ വ്യാപരിക്കണമെന്നുണ്ടെങ്കിലും എന്റെ സൃഷ്ടാവിന് ശക്തിയുണ്ട്. ആ വാക്കിൻ ശക്തി എന്ന് പറയുന്നത് അത്യന്ത ശക്തിയാണ്. എല്ലാ സഹോദരി ഇങ്ങനെ കൈ മടങ്ങിയിരിക്കുന്നതിന്റെ ബോധത്തില് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു. ഞാൻ കണ്ടില്ല. എന്നാൽ ദൈവാത്മാവ് വ്യക്തമായി പറഞ്ഞു, വളഞ്ഞതിനെ നേരെയാക്കാൻ പോവുകയാണ്. എനിക്ക് മനസ്സിലായില്ല വളഞ്ഞതിനെ എന്തോ നേരെയാക്കാൻ പോകുന്നത്. അപ്പോൾ 20-ൽ പരം വർഷമായിട്ട് വളഞ്ഞിരിക്കുന്ന കയ്യെ എന്റെ കർത്താവ് അത്ഭുതമായി നിവർന്നത്. ഇന്ന് സന്ധ്യാവളി സൃഷ്ടാവിന്റെ കരങ്ങളിൽ കേൾപ്പിച്ചു കൊടുക്കട്ടെ. എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ച കർത്താവ് ദൈവാത്മാവിൽ നിറഞ്ഞ ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. അവൻ ഒരു വാക്യം കൽപ്പിക്കുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കൽപ്പിക്കപ്പെടുവാൻ വളഞ്ഞത് നേരെയാകുമെന്നും ദൈവം വെളിപ്പെടുത്തുന്നവനാണ്. മെഡിക്കൽ സയൻസിനപ്പുറമായി എന്റെ കർത്താവ് ജീവിക്കും. അവൻ ഇന്ന് വിശ്വാസത്തോടായിരിക്കും ദൈവമക്കളെ ദൈവം നിശ്ചയമായി മാനിപ്പാൻ ശക്തനാണ്. അഭിഷിക്തനായ അപ്പോസ്തലൻ പൗലോസ് എടുത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗം വളരെ ശ്രദ്ധേയമായ വിഷയങ്ങളാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വിഷയത്തെ പറ്റി അനേക കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 വിഷയങ്ങൾ മാത്രം ഞാൻ ഓർപ്പിച്ചിട്ട് വീണ്ടും പ്രാർത്ഥിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അവൻ 8-ാം അധ്യായത്തിൽ തന്നെ റോമാലേഖനം 8-ാം അധ്യായത്തില് അതിന്റെ 14-15 വേദഭാഗം നാം വായിച്ചു. ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചത്, പുത്രത്തിന്റെ ആത്മാവിനെയാണ്. ഈ പുത്രത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കള് നമുക്ക് പൂർണ്ണ ഒരു അവകാശമുണ്ട്. എന്റെ അപ്പ, എന്റെ പിതാവേ, എനിക്ക് വേണ്ടി നീ സകലം നിർവഹിക്കാൻ ശക്തനെന്ന് പറയാൻ തക്കവണ്ണം, എന്റെ പിതാവിനോട് ഉള്ള അവകാശത്തെ വാങ്ങുവാൻ തക്കവണ്ണം എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ പ്രാഗൽഭ്യം തന്നിരിക്കുന്നു എന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്ക് ഒരിക്കലും പതറേണ്ട കാര്യമില്ല. എന്റെ അപ്പന്റെ വക സമ്പത്ത് എനിക്കുള്ളതാണ്. എന്റെ അപ്പന്റെ വക അനുഗ്രഹം എനിക്കുള്ളതാണ്. അപ്പന്റെ ശക്തി എനിക്കുള്ളതാണ് എന്നുള്ള ശക്തിയോട് മുന്നേറുവാൻ തന്നെ ജനത്തെ കർത്താവ് സഹായിക്കും. വായിക്കാം 15-ാം വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്തിന്റെ ആത്മാവിനെയല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നല്ലൊരു സാക്ഷ്യം പറയുകയാണ്. നാം ആരാണ് ദൈവമക്കളായി തീരുന്നത്? ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്ത വ്യക്തി അവരുടെ പാപങ്ങളെ വാഗൊണ്ട് ഏറ്റുപറഞ്ഞു, ശിക്ഷാവിധി വിടുവാൻ ആഗ്രഹിച്ചു, രക്ഷയിലേക്ക് നയിക്കപ്പെടുവാനിടയായിത്തീർന്ന ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ എന്റെ വിഷയത്തിൽ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഏത് കാര്യങ്ങൾ നടപടിയായി ചെയ്തു കൊടുക്കണമോ ദൈവം നിർണയിച്ച കാര്യങ്ങൾ ദൈവം ചെയ്തു കൊടുക്കാൻ ശക്തനായ ദൈവമാണ്. അപ്പോൾ മക്കളെങ്കിൽ അവകാശികളാണ്. നാം പ്രാപിച്ച ആത്മാവ് പുത്രത്തിന്റെ ആത്മാവ് ആകിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആത്മാവ് പെന്തിക്കോസ്ത് നാളിൽ ജനത്തിന്മേൽ വ്യാപരിപ്പിച്ചപ്പോൾ ഏകഹൃദയമുള്ളവരായി ദൈവസന്നാധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു കൊടിയ കാറ്റടിച്ചു. അവരറിയാതെ തന്നെ അവരുടെ മുറിയിൽ നിറഞ്ഞതായ ആ ദൈവ തേജസ് അവർക്ക് മനസ്സിലാക്കിയിട്ട് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കഴിയുന്നത് പോലെ ആത്മാവിന്റെ വരങ്ങൾ പ്രാപിച്ച് ദൈവത്തോട് സംസാരിപ്പാൻ അവർ തുടങ്ങിയെങ്കിൽ ആ തുടങ്ങിയ ആത്മാവ് ഇന്നും നിന്നു പോയിട്ടില്ല. ഇതിനെ നിർത്തിക്കളവെന്നൊക്കെ അനേക ഉന്നതന്മാർ പരിശ്രമിച്ചു. ഇതിനില്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനും പരിശ്രമിച്ചവരുണ്ട്. എന്നാൽ ഇതുവരെ ഇത് നിന്നു പോയിട്ടില്ല. ഇന്നും ദൈവകൃപയിൽ നിൽക്കുന്നു. ഒരിക്കല് കേരളത്തിലൊരു ഭാഗത്ത് അനേക വലിയ സഭകളുള്ള ഒരു സ്ഥാനത്ത് ഒരു 35 മർത്തോമ കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മീറ്റിങ്ങിലേക്ക് എന്നെ വിളിച്ചു. എനിക്ക് അത്ഭുതം തോന്നി.
ദൈവം ഇവരെ ഇത്രത്തോളം ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ ബലപ്പെടുത്തിയല്ലോ. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ആരാധനയ്ക്ക് എവിടെയെങ്കിലും പോകണമെന്ന്, എന്നാൽ ഞങ്ങൾക്ക് പോകാൻ തക്കവണ്ണം പറ്റിയ സ്ഥാനം കാണുന്നില്ല. ഇന്ന് പകൽക്കാൻ ഞാൻ പറയട്ടെ, ദൈവാത്മാവുള്ള വ്യക്തികളെ പല സ്ഥാനങ്ങളും ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില സ്ഥാനങ്ങളിന്മേൽ ശത്രുവായും തന്ത്രങ്ങൾ മെനഞ്ഞ് ആത്മികർക്കെതിരായിട്ട് വാദമുഖമായി നിൽക്കുമ്പോൾ ദൈവമക്കൾ പ്രാഗൽഭ്യത്തോടെ മറവരടിയായി തീരണം. ഈ ദൈവസഭയിലേക്ക് അനേകരെ ദൈവം ചേർക്കും. അത് പ്രാർത്ഥിക്കുന്നവരെ ചേർക്കും, അത് വിശ്വസ്തന്മാരെ ചേർക്കും, അത് ദൈവവചനത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരെ ചേർക്കും. ഇന്ന് ഓർക്കണം, ദൈവത്തിന്റെ വചനത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവർ യഹോവയെ വാഴ്ത്തുവിനെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഇന്ന് വാത്സല്യ ദൈവമക്കളെ, ഇന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം, എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ദൈവിക വിടുതലിന്റെ ശക്തിയുമായിട്ടാണ്. ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ പൗലോസ് അപ്പോസ്തലൻ മനുഷ്യന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്, ലോകത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്, പ്രാകൃത ആത്മാവിനെ അല്ല പ്രാപിച്ചതെന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്ന വിഷയങ്ങൾ മേലെ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതായ ദൈവമക്കളെ അവൻ ദൈവകൃപയിൽ ദൈവം എന്തുമെന്നൊക്കെ സൂക്ഷിപ്പാൻ ശക്തനായ ദൈവമാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 1-ാം വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ ചില വ്യാജാത്മാക്കളൊക്കെ വരുന്ന വിഷയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവകളെ നാം സൂക്ഷിച്ച് വിവേചിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്നാണ് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. വായിച്ചാട്ട്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യും. ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ഈ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്ന ഒരു വിഷയമുണ്ട്. ഈ വ്യക്തി ദൈവാത്മാവുള്ളവനാണോ? എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ ദൈവാത്മാവുള്ളവരാണോ? ശ്രദ്ധിക്കണം. ചില ആത്മീയരുടെ ജീവിതത്തിലും അവരുടെ കണ്ണുകൾ പ്രകാശിപ്പാൻ കഴിയാതെ വണ്ണം എല്ലാത്തിനും വിവേചിപ്പാൻ കഴിയാതെ ദുരുപദേശങ്ങളെല്ലാം അടിമപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുണ്ട്. തിരുവെടുത്ത് പറയുന്നത്, അങ്ങനെ ദുരുപദേശങ്ങൾ അടിമപ്പെടുകയോ അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ ബന്ധനം വിട്ടുമാറുകയില്ല. എന്നാൽ ഇന്ന് വസന്ധ്യാവളിൽ ദൈവമക്കൾ പറയുവാനിടയായി തീരണം, സകല പ്രതിസന്ധിയെ മാറ്റി എന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവാത്മാവനായി ഞാൻ സ്തോത്രം ചെയ്തു. ഇവനെ പോലെ അല്ലെങ്കിൽ ഈ ആത്മികനെ പോലെ, ഈ കുടുംബത്തെ പോലെ, ഈ പ്രാർത്ഥിക്കുന്നവരെ പോലെ, ഈ ദൈവസന്നിധാനത്തിലായിരിക്കുന്നവനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ എന്ന് എന്നെ പറ്റി ദേശത്ത് പറയത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തി ദിവസം കാണാൻ പോവുകയാണ് എന്ന് ആഗ്രഹിക്കുന്ന ദൈവങ്ങൾക്കായി സ്തോത്രം ചെയ്യും. ജോലി ചെയ്യുന്ന സ്ഥാനത്ത് അതിനൊരു മാതൃക ഉണ്ടായിരിക്കട്ടെ. പോകുന്ന ഇടങ്ങളില് അങ്ങനൊരു അനുഭവം ഉണ്ടാകുമാറാകട്ടെ. ഏത് ആത്മാവിനെയും പൂർണ്ണമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വ്യാജാത്മാവാണോ ഭൂതാത്മാവാണോ ഏത് ആത്മാവാണ് സാധാരണ ശക്തിയിൽ വ്യാപരിക്കുന്ന വിഷയങ്ങളാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഏത് നിലയിൽ വ്യക്തമായ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി താല്പര്യപ്പെടുന്നോ അതിനനുസരിച്ച് പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഉയർത്തുവാൻ ശക്തനാണ്. അവരെ ആത്മീയ വർദ്ധനവിലേക്ക് നടത്തുവാൻ ശക്തനാണ്. സമയം വളരെ മുന്നോട്ട് നീങ്ങുന്നു. ഞാൻ ഓടിച്ചു പറഞ്ഞു പോകട്ടെ. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കേണ്ടതിന് വേണ്ടി അഭിഷിക്തനായ പൗലോസ് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ പരിണിത ഫലമായി ഇന്നും നാം ഈ വചനത്തിന്റെ ശക്തിയെ മനസ്സിലാക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ വെളിപ്പാടിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവിനെ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തില് അവന്റെ പ്രാർത്ഥന കേട്ട് എഫെസോസ് സഭയിൽ ദൈവം വിടുതൽ കൊടുത്തു. എന്നാൽ പല വ്യക്തികളുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടായി. നല്ല വിവേചന ശക്തിയാണ്. കള്ള അപ്പോസ്തലന്മാരെന്ന് കഴിഞ്ഞാൽ കള്ളനാണെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ വിമർശിച്ച് അവരെ ഇല്ലാതാക്കാൻ നോക്കുന്നവരാണ് എഫെസോസ് സഭയിൽ, ഇവിടെ ഉള്ളവരല്ല. അപ്പോൾ അവർ നല്ല താല്പര്യത്തോട് വളരെ കാര്യങ്ങൾ ചെയ്തു. നമുക്കറിയാം, യോഹന്നാൻ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മറനീക്കി വെളിപ്പെടുത്തിയതായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് 2-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ എഫെസോസ് സഭയ്ക്ക് ദൂതൻ എഴുതുക എന്ന് പറഞ്ഞ് എഴുതുന്ന വിഷയത്തില് 8 നല്ല കാര്യങ്ങളെ കൊണ്ട് പറഞ്ഞു. നീ തളർന്നു പോകുന്നില്ല, നീ സഹിച്ചു, നീ വെറുതെ ചെയ്തു, എല്ലാം ഞാൻ അറിയുന്നു, എങ്കിലും നിന്നെ കുറിച്ചൊരു കുറവ് പറയാനുണ്ട്. മനസ്സിലെ ദൈവമക്കളെ, എന്റെ നിങ്ങളുടെ ജീവിത നിലപാടുകളിൽ അടുത്തറിയുന്നവന്റെ സന്നിധാനത്തില്
ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഇന്നും സന്ധ്യാവൻ നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് ആ കുറവുകൾക്ക് ക്രമീകരണം പ്രാപിച്ചിട്ട് ജ്ഞാനത്തിന്റെ ആത്മാവിനാലും ആ വെളിപ്പാടിന്റെ ആത്മാവിനാലും നിറയപ്പെടുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവം മാനിപ്പാശക്തൻ. ഇങ്ങനെ വായിക്കുന്നു, ആ അവസ്ഥയിൽ നിന്ന് ദൈവമായ കർത്താവിനെ ഉണർത്തുവാൻ ആഗ്രഹിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയും ചിലരുണ്ട് ദൈവിക വചനത്തെ മുറുകെ പിടിക്കുന്നവര്. എന്നാൽ അവരോട് ചിലർ ദൂത് പറയുമ്പോൾ നീ ഏതൊന്ന് വീണിരിക്കുന്നു ഓർത്താ അതിന്റെ പ്രവൃത്തി ചെയ്യുക, അല്ല ഞാൻ വരികയും എന്താണ് പറയുന്നത്, ഞാൻ നിന്നെ ആ സ്ഥാനത്ത് നീക്കിക്കളയുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഇന്ന് പല ദൈവമക്കളെ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വിശുദ്ധ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുന്നതായ തന്റെ ജനത്തിന് ഒരു പ്രത്യാശയുണ്ട്. കർത്താവ് തൻ ഗംഭീരനാഥത്തോട് പ്രധാന ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോട് സ്വർഗ്ഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പിൽ ഉയർത്തെഴുന്നേൽക്കെ പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവന്റെ വരവിൽ ബേഖാറുടനായി എടുക്കപ്പെടുന്ന സുദിനത്തിനായി കാത്തിരിക്കുമ്പോൾ ദൈവമക്കളുടെ ഒരു പ്രത്യാശയുണ്ട്. ദൈവാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുകയാണ്, ദൈവാത്മാവിനാൽ ഞാൻ മുന്നോട്ട് പോകുകയാണ്. എന്നെ അറിയുന്നവന്റെ പാദപീഠത്തിന് എന്റെ ഹൃദയദൃഷ്ടി ഒന്നിരിക്ക് പ്രകാശിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കുന്നത് പ്രാർത്ഥിക്കാം. എന്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമേ, ദൈവശക്തി എന്റെ മേൽ വ്യാപരിക്കണമേ. ഞാൻ പ്രാപിച്ച ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ഞാൻ പ്രാപിച്ച ആത്മാവ് ശക്തിയുടെ ആത്മാവാണ്, ഞാൻ പ്രാപിച്ച ആത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്, ഞാൻ പ്രാപിച്ച ആത്മാവ് സ്നേഹത്തിന്റെ ആത്മാവാണ്. എല്ലാ ദൈവമക്കളും ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. स्थान में अपने स्थानों में खड़े हो जाइए। प्रभु की आत्मा हमारे से बात बर्ताव किया। एहसास के समय जिस बातों में हमें छुटकारा जरूरी है, आसमानी बाप हमारे विषयों को जानते हैं। हमारी अवस्था में बड़ी बदलाव देने के लिए वो शब्द सुना रहा है। अब तक हमें गुलामी किया वो शैतानी बंदरों से। प्रभु की आत्मा कई व्यक्तियों के बारे में बता रहा है, बेचैनों के जीवन के राह में आगे बढ़ रहा है, अशांति में आगे बढ़ रहा है। प्रभु आज आपको बुला रहा है ताकि आपको अशांति को दूर कर सके, आपके जी में जी देकर नया अनुभव के साथ आगे बढ़ाने के लिए प्रभु आशा लग रहा है। इन संध्या वेळेला ദൈവാത്മാവിനെ നയിക്കപ്പെടുവാൻ ഏൽപ്പിക്കപ്പെടുന്ന വിശുദ്ധന്മാർ ദൈവസ്നാമത്തിൽ പ്രാർത്ഥനയോടെ നിൽക്കട്ടെ. കർത്താവേ, നിറയ്ക്കുന്നവന്റെ ശക്തി എന്റെ മേലും വ്യാപരിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി, സ്നേഹത്തിന്റെ ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, വെളിപ്പാടിന്റെ ആത്മാവ് എന്റെ മേലും കൊടുത്ത് വ്യാപരിപ്പിക്കണമേ. ദൈവകൃപയാൽ നിറയ്ക്കുവാനാകണമേ എന്ന് ദൈവത്തിന്റെ പ്രാർത്ഥനയോടെ നിൽക്കട്ടെ. നിരാശപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ എന്റെ കർത്താവ് അത്ഭുത പ്രവർത്തിക്കാൻ പോകുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ അനുഭവം നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു തീരുമാനത്തോട് കടന്നു വരട്ടെ. എന്നെ പോലെ ഒരു ആത്മീയതയെ കണ്ടുകെട്ടുപോയത് അനേകർ എന്നെ കുറിച്ച് സാക്ഷ്യമായ ഇടയായി തീരണം. അതിനുവേണ്ടി കർത്താവിനെ സഹായിക്കണമേ. ദൈവസ്ഥാനത്ത് പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം. വർഷം 7 കഴിഞ്ഞു, ഇന്നും വിടുതലില്ലാത്ത അവസ്ഥയിൽ ഭാരപ്പെടുമ്പോൾ യേശുവിന്റെ അടുപ്പിടരാൻ ഈ സന്ധ്യാവേളയിൽ നിന്നെ സൗഖ്യമാക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. അത്ഭുത രോഗശാന്തി ഇന്ന് സന്ധ്യാവേളയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അത് ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമായ സംഗതിയാണ്. നാളുകളായി നിന്നെ ബന്ധിച്ചിരുന്നതായ അവൻ ശരീര ക്ലേശങ്ങളിൽ നിന്ന് ഇന്ന് സന്ധ്യാവേളയിൽ യേശുവിനെ സ്വാതന്ത്ര്യമാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവേ, ഈ ദൈവശക്തിയാൽ എന്നെ നിറയ്ക്കണം. ഇവിടെ നിൽക്കുന്നിടത്ത് തന്നെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്.
കഴിഞ്ഞ നാളുകൾ പതറിയ വിഷയങ്ങൾ മേലെ, കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ മേലെ ഇന്ന് സന്ധ്യാവേളയിൽ യേശു പൂർണ്ണമായി വിടുവിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സമാധാനത്തിൽ നിറയ്ക്കുവാൻ, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ദിവ്യ സമാധാനത്തിനുള്ളിലേക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലെ സ്നേഹിത, നീ യേശുവിന് വേണ്ടി ജീവിപ്പാൻ നീ സമർപ്പിക്കുന്നുവെങ്കിൽ അവൻ നിന്നെ താഴ്ത്തുകയില്ല, അവൻ നിന്നെ ഉയർത്തും. നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ ഒതുക്കിയ ദുഃഖത്തെ അവൻ ഓടിച്ചു കളയും. ചില ബന്ധനങ്ങളെ അവന് എന്നേക്കുമായി അവൻ പൂർണ്ണമായി അതിനെ അറുത്തു കളഞ്ഞിട്ട് സ്വതന്ത്രനാക്കുവാൻ പോകുന്നതായ ദിവസമാണ്. നിന്നെ തന്നെ ദൈവസഭയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന വിഷയത്തിൽ മേലെ എനിക്ക് എങ്ങനെ വഴി ലഭിക്കും, തുറക്കപ്പെടുമെന്നോർത്ത് വാത്സാഹനപ്പെടുന്നു. ഇന്ന് സന്ധ്യാവേള ദൈവാത്മാവ് വ്യക്തമായി ഓർപ്പിക്കുന്നു. ഒക്ടോബർ മാസം 15 ഡേറ്റ് ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം വാതിൽ തുറന്നിരിക്കുകയാണ്. ഞാൻ തുറക്കുന്ന വാതിൽ ആരും അടയ്ക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ വിശ്വസിച്ച ദൂരത്തെ ഏറ്റെടുക്കട്ടെ. നിന്റെ പ്രാർത്ഥന വിഷയത്തെ അറിഞ്ഞ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി വലിയ പ്രവൃത്തി കൽപ്പിച്ചിരിക്കുന്നു. തലമുറയെ കുറിച്ച് നാളുകളായി ഭാരപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് എത്ര നാൾ നിന്നെ സഹിക്കുമെന്നോർത്ത് വ്യാപനപ്പെടുമ്പോൾ യേശു എന്ന പകൽക്കാലം നെടുവേർപ്പെട്ടുകൊണ്ട് നിന്റെ കുടുംബത്തെ ഓർത്ത്, നിന്റെ തലമുറയോർത്ത് നെടുവേർപ്പെട്ട് സ്വർഗത്തേക്ക് നോക്കി തുറന്നു വരിക എന്ന് കൽപ്പിക്കുവാൻ ചില ബന്ധനങ്ങളെ പൊട്ടിച്ചുകളാൻ ആഗ്രഹിക്കുമ്പോൾ ഈ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ഈ നിമിഷത്തിലാണ്. ആവശ്യമാണ്. എന്റെ കുടുംബത്തിൽ വിടുതൽ ആവശ്യമാണ്. എന്റെ ഭാവി വിഷയത്തിൽ വിടുതൽ ആവശ്യമാണ്. ഞാൻ ദൈവാത്മാവിനെ നയിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു തരികയാണ്. ആ ദൈവസഭയ്ക്ക് കൊള്ളാവുന്നതിനായി തീരുവാൻ ഞാൻ സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ ഏറെ നിശ്ചയത്തോട് ദൈവകൃപയോടെ ഞാൻ മുന്നേറുവാൻ ഞാൻ പ്രാപിച്ച ആത്മാവാണ് വെളിപ്പാടിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, ദൈവകൃപയിൽ നിറഞ്ഞുകൊണ്ട് അവൻ മുന്നേറുവാൻ ഇടയായിത്തീരുന്നതായ ആ പുത്രത്തിന്റെ ആത്മാവ് എന്റെ മേൽ വ്യാപരിച്ചിരിക്കാൻ ഞാൻ സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് ആര് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സന്ധ്യാവേളയിൽ അവരുടെ സമർപ്പണം ദൈവസന്നിധിയിൽ പ്രകടമാകട്ടെ. കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. ദൈവാത്മാവുള്ളവനായി ഉള്ളവനായി ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനായി മുന്നേറുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ദൈവസഭയ്ക്ക് സഫലരായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവ സ്നേഹത്താൽ നിറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ കരങ്ങൾ ഉയർത്താം. അവരെ കർത്താവിന്റെ സന്ധ്യാവേളയിൽ മാനിപ്പാൻ പോകുകയാണ്. അതോടൊപ്പം തന്നെ രോഗവിഷയത്തിന് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട്. ഇവിടെ സന്ധ്യാവേളയിൽ ഓർപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ആ രോഗവിഷയത്തിന്മേലും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥന ആവശ്യമുള്ളവർ മുൻപോട്ട് കടന്നു വരാം. അഭിഷക്തന്മാർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വിടുതൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിടുതൽ നിങ്ങൾ കാണുവാൻ തക്കവണ്ണം സർവകൃപാലുവാൻ ദൈവം സഹായിക്കും. പ്രാർത്ഥന ആവശ്യമുള്ളവര് എന്റെ കർത്താവിനെ വിടുവിക്കണം. എനിക്ക് രോഗസൗഖ്യം ആവശ്യമാണ്. എനിക്ക് ദിവ്യജ്ഞാനത്താൽ നിറയപ്പെടണം. ദൈവാത്മാവിനാൽ എനിക്ക് നയിക്കപ്പെടണം. എന്റെ ശരീരത്തിന്മേൽ പോരാടിയ ശരീരത്തിന്റെ ക്ലേശങ്ങള് ഇപ്പോൾ തന്നെ കർത്താവ് വിടുവിപ്പാൻ പോകുകയാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. സൗഖ്യമാക്കുന്നവന്റെ ശക്തി ഞാൻ അനുഭവിപ്പാൻ പോകുകയാണ്. പ്രാർത്ഥന ആവശ്യമുള്ളവര് വിശ്വാസത്തോടെ മുൻപോട്ട് കടന്നു വരാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. पूरी वर्षा जो भी प्रार्थना के लिए चाहते हैं आप आगे आइए. आपके लिए भी हम प्रार्थना करेंगे. जो भी मानसिक तौर से आपका निराशा है, आपके जीवन में जो भी बोझ है, जरूर प्रभु सारे बोझों को हल्का करेगा. अब तक देखा हुआ समस्या से प्रभु आपको छुटकारा देगा. जीवन के राह में नया अनुभव के साथ आगे बढ़ने के लिए प्रभु आपके जीवन में अवसर देते रहेगा. ओ